ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ എനിക്ക് എൻജോയ്മെൻറ്റ്സ് എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് സൈക്കിൾ എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് ഈ സൈക്കിള്. പിന്നെ ഈ സൈക്കിളും ഉണ്ട്, എനിക്ക് 2 സൈക്കിളുണ്ട്. പിന്നെ പൂച്ചകളുണ്ട് കേട്ടോ. ഞാൻ അമ്മായിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതാ വരുന്നു 2 കൂടി. ഫസ്റ്റ് വരുന്ന വൈറ്റ് ആൻഡ് ഗ്രേ പിങ്കിയും ഓറഞ്ച് പോലെയുള്ളത് ഹണിയുമാണ്. ഹണിയെ നമ്മുടെ നെയ്ബർ ഹൗസിലോട്ട് വേണമെന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ നമ്മുടെ കൃഷി എന്തൊക്കെയായി എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. വെള്ള കളർ ഉണ്ടമുളകുണ്ട്. ഉണ്ടമുളകേ സാധാ വെള്ളമുളക്. ഇതാണ് നമ്മുടെ കൃഷി. ശരിക്കും ഇങ്ങനെ തോന്നുന്നു. ഫസ്റ്റ് വെളിയിലല്ലേ ചോദിച്ചാൽ വെളിയിലൊക്കെ ആടുകളുണ്ട്. ആടുകൾ ആരുടെയൊക്കെ മേയാൻ വരുമ്പോൾ അതങ്ങനെ തിന്നിട്ട് പോകും. പിന്നെ അത് കാന്താരി മുളകാണ്, നിറയുണ്ട് കാന്താരി. അത് പിന്നെ എനിക്ക് ഈ റെഡ് കളർ ചെമ്പരത്തി മാത്രമല്ല, എനിക്ക് പിന്നെ ഉള്ളതിൽ ഒരുപാട് വൈറ്റ് പറഞ്ഞ സ്കിന്ന് പോലത്തെ ചെമ്പരത്തിയുണ്ട്, പിങ്ക് കളർ ചെമ്പരത്തിയുണ്ട്. സ്കിന്നൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പോൾ ഉണങ്ങിപ്പോയതുകൊണ്ട് എൻ്റെ വെയിൽ കാലത്തൊക്കെ കഠിനമായ ചൂട് കാരണം ഉണങ്ങിപ്പോയി. ഇപ്പോൾ 1-2 ഉള്ളൂ. ഇത് പിന്നെ ഇതിൽ തന്നെ 2 കളർ മുളകുണ്ട്. വൈറ്റിൽ മുളകിൽ നമ്മുടെ വാഴയുണ്ട്. പിന്നെ പേരറ്റ് വളർത്തുന്ന ഒരു ടൈമുണ്ടല്ലോ, പേരറ്റ് തത്തമ്മ, അത് വളർത്തുന്ന ടൈമിൽ അതിൻ്റെ ഫുഡ് സൺഫ്ലവർ സീഡ്. അപ്പോൾ തത്തമ്മയെല്ലാം എൻ്റെ ചത്തുപോയി, പറന്നൊക്കെ പോയപ്പോൾ ഞാൻ ആ ഫുഡൊക്കെ ഒരുപാട് ബാക്കി വന്നിരുന്നു. ഞാൻ അതിന് വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ആ സൺഫ്ലവർ സീഡാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഒന്ന് കുത്തിവെച്ച് നോക്കിയല്ലോ, ഒറിജിനൽ സൺഫ്ലവറാണ് വരുന്നത് നോക്കാൻ വേണ്ടി കുത്തിവെച്ചാണ്. ഒക്കെ മുളച്ച ചെടികളായിട്ടുണ്ട്. എന്തായെന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് പൂച്ചയിടുന്ന സ്ഥലം, അതുകൊണ്ട് ഫുള്ള് അലങ്കോലമൊക്കെ വെച്ചിരിക്കുക. ഇവരെന്നെ വല്ലതിൻ്റെയൊക്കെ മുകളിൽ ഒക്കെ വീണ് പോവും. അങ്ങനെയാണ് നമ്മുടെ കരിന്തുളസി. അതത് പിന്നെ നമുക്ക് ഇതേപോലെ ഉണ്ടമുളകിൻ്റെ തന്നെ ഒരുപാടുള്ളൊരു ചെടി കണ്ടായിരുന്നു. ഇതിൽ ഉണ്ടമുളക് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ചീരച്ചെടി, മഞ്ഞൾ, ചീര എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ അവിടെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ചീര വെച്ചിട്ടുണ്ട്, ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പയർ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്ഥലത്ത്, ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത്. ഇവിടെ ചേനയൊക്കെ ഉണ്ട് കേട്ടോ. ചേനയുണ്ട്. ഒക്കെ എന്നും കാണുന്ന കുറേ പേരിനെ പരിചയപ്പെടും. ഇതാണ് അവർ. ഇവരും 2 കൂടിയാണ് കിടന്നത്. അടയൊക്കെ കിടന്ന് മക്കളെ വിരിയിക്കാനൊക്കെ ശ്രമിച്ച് നോക്കിയത്. ഇതിനാണ് മക്കൾ കൂടുതലെന്നല്ല, മുഴുവൻ 3 മക്കളുള്ളത് ഇതിന് തന്നെയാണ്. ഇതും കൂടെ കിടന്നായതുകൊണ്ട് അതിന് വിട്ടുകൊടുത്തൊന്നും പറയാൻ പറ്റില്ല. അത് ഇതിനെ കൊത്തും. ആ കോഴി ഇതിന് ഇത്തിരി കൊത്തൽ കൂടുതലാണ്. എനിക്ക് അതാണോ പ്രായം എന്നറിയില്ല. ആ കോഴി ഞാൻ മേടിച്ചതാണ്. ഇത് എൻ്റെ അമ്മൂമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനെയും 5 കോഴിക്കുഞ്ഞുങ്ങളെയും കൂടിയാണ്. അതാണ് നമ്മൾ കരിങ്കോഴികളൊക്കെ കേട്ടോ. ഇപ്പം അമ്മമ്മയുടെ ഇവിടെ കോഴികളുണ്ട്, കുറവാണ് ഇപ്പോൾ. ഇത് കരിങ്കോഴി കുഞ്ഞാണെന്ന് തോന്നുന്നു. ഇതിലൊരു പൂട്ടി കുഞ്ഞുണ്ട്. ഇത് കൊത്തുന്നു, മടുത്തു പോയി. നല്ല കൊത്തല. പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ അഡൾട്ട് പീസുകളൊക്കെ ഉണ്ട്. ഇതിനെ ഞാൻ മേടിച്ചതാണ്. എൻ്റെ അച്ഛമ്മയുടെ വീട്ടിൻ്റെ അവിടെ നിന്നാണ് ഇതിനെ മേടിച്ചത്. എൻ്റെ അമ്മമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതിന് 5 മക്കളുടെയും കൂടെ. പിന്നെ നമ്മുടെ പൂവൻ കോഴിയെ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു. അറിയാം. അതിനെ ഞാൻ മേടിച്ചത് എന്തിനാന്ന് വെച്ചാൽ അതാ നിൽക്കുന്നത്. ഇതാണ് അവരിപ്പോൾ തോണിയിലും തുരുമ്പിലൊക്കെ പോയി അവരിപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൽ കൂടെയുള്ള 2 കരിങ്കോഴികളും അമ്മമ്മ തന്നതിൽ ഇൻക്ലൂഡഡാണ് കേട്ടോ. കുഞ്ഞുങ്ങളാണ്, നമ്മൾ വളർന്നവരാണ് കേട്ടോ അവർ. പൂവൻ കുഞ്ഞിനെയൊക്കെ ഞാൻ മേടിച്ചതാണ്. കുഞ്ഞായിട്ടല്ല, വലുതേനെയാണ് ഞാൻ മേടിച്ചത്. ഇവിടെയൊക്കെ കണ്ടോ, തോണിയും തുരുമ്പിലൊക്കെ പോയി മതി. എൻ്റെ മെയിൻ ഹോബി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 2 കരിങ്കോഴികൾ ഇതിൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മമ്മയുടെ അവിടെ നിന്ന് ചെറുപ്പത്ത് കൊണ്ടുവന്നാണ്. അവരൊക്കെ വളർന്നു. പിന്നെ അവരെല്ലാം പെട്ടകളായതുകൊണ്ട് മാത്രമാണ് ഞാനൊരു പൂവൻ മേടിച്ചത്. ഇതവിടെയൊക്കെ ചുവന്ന വീഴും.
നമ്മുടെ കൈസർ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. എനിക്ക് എന്താണെന്നറിയില്ല, അറിയുന്നില്ല. അതിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിനി അവനെയും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അവനെ അറിയാം. കയറി കണ്ടോ, പൂമ്പാറ്റകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഓവർ ചെടികളൊക്കെ വെച്ചതായതുകൊണ്ട് പൂച്ചകളാണെങ്കിൽ പിടിക്കാനും ആയിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് പൂമ്പാറ്റകളൊന്നും പോവാതില്ല. പിന്നെ ഇതും ഒരു ചെറിയ ചെറിയ പൂ വരുന്നൊരു ചെടിയാണ്. നമ്മുടെ കൈസറിന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതൊന്നും പണ്ടത്തെ പോലെ ഇഷ്ടമേ ഇല്ല കൈസർക്ക്. എന്നാലും ഞമ്മ അങ്ങനെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അവനെ. ഇത് നമ്മുടെ കൈസർ നല്ലൊരു ഉറക്കത്തിലാണ് അവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായിട്ട് നമ്മളവനെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പെറ്റ്സ് ഉണ്ടോ? അവരെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പെറ്റ്സിന് ഇഷ്ടമുള്ളവരും ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മൾ ചെടികളൊക്കെ വെച്ച സ്ഥലമാണ് ഇത്. ഇതേ തുളസികളൊക്കെ ഒരുപാട് നിൽക്കുന്നത് കണ്ടോ? അതാണ് ഈ സ്ഥലം. എന്ന് വെച്ചാൽ ഇതേ കാണുന്ന പോലെ റോഡ് സൈഡാണ്. എന്നുവെച്ചാൽ അത് അപ്പുറത്തെ റോഡാണ്. എങ്കിലും ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ. നല്ല ഇപ്പുറത്താണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ വെച്ചിട്ട് ഇങ്ങനൊരു ചെടിയുണ്ട് കേട്ടോ. മുല്ലപ്പോലുള്ളൊരു ചെടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കണ്ടേ. എല്ലാവർക്കും ബൈ ബൈ, സീ യു. അപ്പോൾ പെറ്റ്സിൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കുകയേ വേണം.